BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുവാൻ സർക്കാർ ആലോചന, 2000 രൂപയാക്കുവാൻ നീക്കം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് വാരിക്കോയി പ്രഖ്യാപനങ്ങൾക്കൊരുങ്ങി സർക്കാർ. ക്ഷേമ പെൻഷൻ 400 രൂപ കൂട്ടി 2000 രൂപയാക്കുവാനാണ് ആലോചന. പ്രഖ്യാപനം ഈ മാസം തന്നെ ഉണ്ടാകും. പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ചേക്കും. ഈ മാസം തന്നെ പ്രഖ്യാപനം ഉണ്ടായേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പെൻഷൻ വീണ്ടും ഉയർത്തിയേക്കും. സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബത്ത അനുവദിക്കുന്നതും ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കുന്നതും പരിഗണനയിലുണ്ട്. മുഖ്യമന്ത്രിയും CPIM നേതൃത്വവും തമ്മിലുള്ള ചർച്ചയിൽ അന്തിമ തീരുമാനം ഉണ്ടാകും. സർക്കാർ ജീവനക്കാർക്ക് 1 ഗഡു ക്ഷാമബത്ത അനുവദിക്കും. 4% DA അനുവദിക്കുന്നതാണ് പരിഗണനയിൽ. നവംബറിലെയോ ഡിസംബറിലെയോ ശമ്പളത്തിൽ ലഭിക്കുന്ന തരത്തിലാകും പ്രഖ്യാപനം. പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് അഷ്വേർഡ് പെൻഷൻ സ്കീം പ്രഖ്യാപിക്കുവാനും ആലോചനയുണ്ട്. സ്കീമിന്റെ വിശദാംശങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കും. ശമ്പള കമ്മീഷനെ വെക്കുന്നതും സെക്രട്ടറി തല സമിതിയെ നിയോഗിക്കുന്നതും പരിഗണനയിലുണ്ട്. കമ്മീഷൻ തന്നെ വേണമെന്ന് CPIMന്റെ സർവീസ് സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു. തിരഞ്ഞെടുപ്പ് സമയത്ത് പെൻഷൻ തുക വർധനവ് ലഭിച്ചു തുടങ്ങിയാൽ സർക്കാരിന് ഇത് രാഷ്ട്രീയമായി ഗുണം ചെയ്യും എന്നാണ് കരുതുന്നത്. ഡൽഹിയിലെ സ്കൂളുകളിൽ RSS പാഠ്യവിഷയമാകും. നീക്കം രാഷ്ട്രനീതി പരിപാടിയുടെ ഭാഗമായി. ഡൽഹിയിലെ സ്കൂളുകളിൽ RSSന്റെ ചരിത്രം പാഠ്യവിഷയമാക്കുവാൻ തീരുമാനം. RSS പ്രത്യയശാസ്ത്രം ഉൾപ്പെടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തും. രാഷ്ട്രനീതി പരിപാടിയുടെ ഭാഗമായാണ് നീക്കം. ഡൽഹി വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യം സ്ഥിരീകരിച്ചു. 12ാം ക്ലാസ് വരെയുള്ള RSS പാഠഭാഗമാകുക. വിദ്യാർത്ഥികളിൽ പൌരബോധവും സാമൂഹിക ബോധവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് രാഷ്ട്രനീതി എന്ന പരിപാടിയെന്നും അതിന്റെ ഭാഗമായാണ് RSSന്റെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് എന്നുമാണ് സർക്കാരിന്റെ വിശദീകരണം. മൌലിക കടമകളിൽ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ പദ്ധതി സഹായകരമാകും എന്നാണ് വിലയിരുത്തൽ. അതേസമയം ഡൽഹിയിൽ RSSന്റെ 100 വാർഷിക ആഘോഷ ചടങ്ങ് ആരംഭിച്ചു. RSS സർ കാര്യവാഹക് ദത്തത്രേയ ഹോസബോലെ, കേന്ദ്ര സാംസ്കാരിക മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. RSS 100ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക തപാൽ സ്റ്റാമ്പ് പ്രധാനമന്ത്രി പുറത്തിറക്കി. പ്രത്യേക നാണയവും ചടങ്ങിൽ പ്രധാനമന്ത്രി പുറത്തിറക്കി. മോഷ്ടിച്ച കാറിൽ മദ്രസ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോകുവാൻ ശ്രമം. നാട്ടുകാരുടെ ഇടപെടലിൽ പ്രതി പിടിയിൽ. കോഴിക്കോട് പയ്യാനക്കലിൽ മദ്രസ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോകുവാൻ ശ്രമം. മോഷ്ടിച്ച കാറിലാണ് 10 വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോകുവാൻ ശ്രമിച്ചത്. തട്ടിക്കൊണ്ടുപോകുവാൻ ശ്രമിച്ച ആളെ നാട്ടുകാർ പിടികൂടി. കാസർഗോഡ് സ്വദേശി സിനാൻ അലി യൂസഫ് ആണ് തട്ടിക്കൊണ്ടുപോകുവാൻ ശ്രമിച്ചത്. 12 വയസ്സുകാരനെയാണ് തട്ടിക്കൊണ്ടുപോകുവാൻ ശ്രമിച്ചത്. ബീച്ച് ആശുപത്രിക്ക് സമീപത്തെ ടാക്സി സ്റ്റാൻഡിൽ നിന്നാണ് പ്രതി കാർ മോഷ്ടിച്ചത്. മദ്രസ വിട്ടുവരികയായിരുന്ന കുട്ടിയെയാണ് തട്ടിക്കൊണ്ടുപോകുവാൻ ശ്രമിച്ചത്. കാറിലേക്ക് കയറുവാൻ തയ്യാറാകാതിരുന്ന കുട്ടിയെ ബലം പ്രയോഗിച്ച് കയറ്റുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ ഇയാളെ പിടികൂടി പോലീസിനെ അറിയിക്കുകയായിരുന്നു. കേസിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കാരുണ്യ പ്രവർത്തിക്കും വേദിയായി മിസ് സൌത്ത് ഇന്ത്യ 2025. കാരുണ്യ പ്രവർത്തികൾക്ക് വേദിയായി ജോസ് ആലുക്കാസ് ഗാർഡൻ വരേലി മിസ് സൌത്ത് ഇന്ത്യ 2025 പ്രിലിംസ് മത്സരങ്ങൾ. കൊച്ചിയിൽ നടന്ന പ്രിലിംസ് മത്സരത്തിനിടെ CSR ഫണ്ടായി 25 ലക്ഷം രൂപ കൈമാറി. എറണാകുളം MP ഹൈബി ഈഡനാണ് CSR ഫണ്ട് വിതരണം ചെയ്തത്. മിസ് സൌത്ത് ഇന്ത്യ പോലെ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് നടത്തുന്ന എല്ലാ പദ്ധതികൾക്കും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച അദ്ദേഹം പരിപാടിയുടെ സംഘാടകരെ പ്രശംസിച്ചു. പ്രിലിംസ് മത്സരത്തിനിടെ 25 ലക്ഷം രൂപയുടെ ചെക്ക് റോട്ടറി ക്ലബിന് കൈമാറിയാണ് CSR വിതരണം ചെയ്തത്. കെൻ കൺസ്ട്രക്ഷൻസ് CSR ഫണ്ടിൽ നിന്നുള്ള തുകയും മിസ് സൌത്ത് ഇന്ത്യ ടീം ക്രൌഡ് ഫണ്ടിലൂടെ സ്വരൂപിച്ച തുകയും ചേർത്താണ് 25 ലക്ഷം രൂപ ഹൈബി ഈഡൻ MP സ്പോൺസർമാരായ ജോസ് ആലുക്കാസ് ഡയറക്ടർ ജോൺ, കെൻ കൺസ്ട്രക്ഷൻസ് ഡയറക്ടർ രാജു, വിനയൻ എന്നിവരുടെ കൂടി സാന്നിധ്യത്തിൽ റോട്ടറി മിലാൻ പ്രസിഡന്റ് റൊട്ടേറിയൻ ലിസി ബിജു, സെക്രട്ടറി റൊട്ടേറിയൻ ധന്യ ജാദവേദൻ, AG റൊട്ടേറിയൻ ലക്ഷ്മി നാരായണൻ എന്നിവർക്ക് കൈമാറിയത്. സൂസൻ ലോറൻസ് ആൻഡ് ടീമിന്റെ ഡിസൈൻസ് മിസ് സൌത്ത് ഇന്ത്യ ഫാഷൻ ഷോ പ്രിലിംസ് മത്സരങ്ങളുടെ മുഖ്യ ആകർഷണമായിരുന്നു. സൂസൻ ലോറൻസ് ഫൌണ്ടറും ക്രിയേറ്റീവ് ഡയറക്ടറുമായ ദിവ്യ രാജുവാണ് ഫാഷൻ ഷോയ്ക്ക് നേതൃത്വം നൽകിയത്. മുൻ വർഷങ്ങളിലെ മിസ് സൌത്ത് ഇന്ത്യ വിജയികളായ നികിത തോമസ്,
ലക്ഷ്മി മേനോൻ, അലീന അമോൻ, അർച്ചന രവി, ഹർഷ ശ്രീകാന്ത്, സിൻഡ പദമദൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കുകയും അവരുടെ അനുഭവങ്ങൾ ഇത്തവണത്തെ മത്സരാർത്ഥികളുമായി പങ്കുവയ്ക്കുകയും ചെയ്തു. ഒക്ടോബർ 4 ബംഗളൂരുവിൽ നടക്കുന്ന ഗ്രാൻഡ് ഫിനാലേക്ക് ഇവർ ആശംസകൾ അർപ്പിച്ചു. സിപിഐ നേതൃത്വത്തിൽ അഴിച്ചുപണി. ബിനോയ് വിശ്വം നയിക്കുന്ന പുതിയ 25 എക്സിക്യൂട്ടീവ് യുവ നേതാക്കൾക്ക് പ്രാതിനിധ്യം. സിപിഐ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം കേരള ഘടകത്തിൽ സുപ്രധാനമായ സംഘടനാപരമായ മാറ്റങ്ങൾ നടപ്പാക്കി. ആലപ്പുഴയിൽ സമാപിച്ച സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന 25 അംഗ പുതിയ സംസ്ഥാന എക്സിക്യൂട്ടീവിനെ തിരഞ്ഞെടുത്തു. ഇതിലൂടെ പാർട്ടിയുടെ നേതൃത്വ ഘടനയിൽ മാറ്റം വരുത്തി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരികെ കൊണ്ടുവരുവാനും തീരുമാനമായി. ഇതോടെ സംസ്ഥാന സെക്രട്ടറി, എക്സിക്യൂട്ടീവ് കൌൺസിൽ എന്നീ ത്രിതല സംവിധാനത്തിലേക്ക് പാർട്ടി നേതൃത്വം മാറിയിരിക്കുകയാണ്. പുതിയ എക്സിക്യൂട്ടീവിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബിനോയ് വിശ്വത്തിനെതിരെ വിമർശനമുയർത്തിയ കമല സദാനന്ദനെ ഒഴിവാക്കി യുവ നേതാക്കളായ VS സുനിൽകുമാർ, TJ അഞ്ജലോസ് അടക്കമുള്ള 7 പുതുമുഖങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട്. ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, KP സുരേഷ് രാജ്, KK വത്സരാജ്, TT ജസ്മോൻ, R ലതാദേവി എന്നിവരാണ് പുതുതായി എത്തിയ മറ്റംഗങ്ങൾ. ഇത് യുവജന വിഭാഗത്തിനും വനിതാ പ്രാതിനിധ്യത്തിനും ഊന്നൽ നൽകുവാനുള്ള പാർട്ടിയുടെ തീരുമാനമായി കണക്കാക്കാം. അതേസമയം ബിനോയ് വിശ്വത്തിനെതിരായ വിവാദ സംഭാഷണത്തിൽ ഉൾപ്പെട്ട KM ദിനകരനെ എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുത്തിയത് ശ്രദ്ധേയമായ മറ്റൊരു തീരുമാനമാണ്. ദേശീയ തലത്തിലുള്ള പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി KP രാജേന്ദ്രൻ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ നിന്നും ഒഴിവായതും ഈ പുനഃസംഘടനയിലെ പ്രധാന മാറ്റമാണ്. കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ CP മുരളി അംഗമായി തുടരും. PP സുനീർ, K രാജൻ, P പ്രസാദ്, GR അനിൽ, ചിഞ്ചു റാണി, മുല്ലക്കര രത്നാകരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളും പുതിയ എക്സിക്യൂട്ടീവിലുണ്ട്. അടുത്ത 3 വർഷത്തേക്കുള്ള സിപിഐയുടെ സംസ്ഥാനതല പ്രവർത്തനങ്ങൾക്കും നയരൂപീകരണങ്ങൾക്കും ഈ പുതിയ എക്സിക്യൂട്ടീവ് നിർണായക പങ്ക് വഹിക്കും. ആലപ്പുഴയിൽ 18-കാരിയെ തീ കൊളുത്തി കൊല്ലാൻ ശ്രമം, പ്രതി പിടിയിൽ. ആലപ്പുഴയിൽ 18 വയസ്സുകാരിയെ തീ കൊളുത്തി കൊല്ലാൻ ശ്രമം. ഇന്നലെ വൈകിട്ടാണ് അക്രമം. സംഭവത്തിൽ ആലപ്പുഴ സ്വദേശി ജോസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെൺകുട്ടിയുടെ കുടുംബവുമായി ജോസിനുണ്ടായിരുന്ന മുൻ വൈരാഗ്യമാണ് അക്രമകാരണം. ഇന്നലെ വൈകുന്നേരം 5 മണിയോടെ പെൺകുട്ടി വീട്ടിൽ ഒറ്റയ്ക്കെന്ന് മനസ്സിലാക്കിയ ജോസ് പെട്രോളുമായെത്തി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു. പെൺകുട്ടിയുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച ശേഷം തീ കൊളുത്തുവാൻ ശ്രമിക്കുന്നതിനിടെ പെൺകുട്ടി ഓടി രക്ഷപ്പെടുകയായിരുന്നു. സംഭവത്തിന് പിന്നാലെ ജോസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെൺകുട്ടിയുടെ വീടിന് സമീപത്തുള്ള സ്ഥലത്ത് താൽക്കാലിക ഷെഡ് കെട്ടിയാണ് ജോസിന്റെ താമസം. സ്ഥിരം മദ്യപാനിയായ ഇയാളുടെ പേരിൽ വേറെയും കേസുകളുണ്ടെന്നും പോലീസ് പറഞ്ഞു. പിണറായി സർക്കാർ കേരളത്തിന്റെ കടം വർദ്ധിപ്പിച്ചു, പ്രതിപക്ഷം കടമ നിർവഹിച്ചില്ല. കേരളത്തിൽ എയിംസ് വരും, രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ 9 കൊല്ലമായി കേരളത്തിലെ സാമ്പത്തിക രംഗം തകർന്നു കിടക്കുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഈ നിയമസഭാ സമ്മേളനത്തിൽ വിലക്കയറ്റം ചർച്ച ചെയ്തില്ല. കേരളത്തിൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന വിലക്കയറ്റം. പ്രതിപക്ഷം അവരുടെ കടമ നിർവഹിച്ചില്ല. തൊഴിൽ രംഗം പോലും ഈ സർക്കാർ സൃഷ്ടിച്ചിട്ടില്ല. കഴിഞ്ഞ 10 വർഷം പിണറായി സർക്കാർ കേരളത്തിന്റെ കടം വർദ്ധിപ്പിച്ചു. പണം വാങ്ങി ജനങ്ങളുടെ തലയിൽ വയ്ക്കുകയാണ് ചെയ്തത്. അതിനു മുൻപുള്ള UDF സർക്കാരും ഇങ്ങനെ തന്നെയായിരുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു. SIR ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ടത് ഈ വരുന്ന SIR ഏറ്റവും നിർണായകമാണ്. നിയമസഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ട്. വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം അനിവാര്യം. കള്ളവോട്ടുകൾ ഒഴിവാക്കലാണ് SIRന്റെ ഉദ്ദേശം. പട്ടികയിൽ നിന്നും പുറത്താക്കിയതിന്റെ കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാഹുൽ ഗാന്ധിക്കെതിരായ കൊലവിളി പ്രസംഗം നടത്തിയ BJP വക്താവ് പ്രിന്റു മഹാദേവനെ തള്ളി രാജീവ് ചന്ദ്രശേഖർ. പ്രിന്റുവിന്റെ പ്രസ്താവനയോട് യോജിക്കുന്നില്ലെന്നും വ്യക്തിപരമായ വൈരാഗ്യം പാർട്ടിയുടെ നിലപാടല്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. വക്താവിനെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. പാർട്ടി പിന്തുണ ഇല്ലെന്ന പ്രിന്റു മഹാദേവന്റെ പരാതിയെക്കുറിച്ച് തനിക്ക് അറിയില്ല. പുറത്തുവന്ന ചാറ്റുകളെക്കുറിച്ചും അറിയില്ല. ചിലർ രസത്തിനു വേണ്ടി എന്തോ ചെയ്യുകയാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.